ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തൊഴിലാളി വർഗത്തിന്റെ ശക്തമായ പ്രതിഷേധമാണ്. രാജ്യം മുഴുവൻ സമരങ്ങളാണ്. സാമ്രാജ്യത്വം ഭയപ്പാടിലാണ്. ഇന്ന് വൈകുന്നേരം ദേശാഭിമാനി ഓഫീസ് റെയ്ഡ് ചെയ്തു. തയ്യാറാവുക, അഭിമാനത്തോടെ സമരം ചെയ്ത് മരിക്കാൻ തയ്യാറാവുക. ബ്രിട്ടീഷ് അധികാരികളെ വിറപ്പിച്ച AKGയുടെ വിഖ്യാതമായ പ്രസംഗം 1946 ആഗസ്റ്റ് 24 കോഴിക്കോട് മുതലക്കുളം മൈതാനത്തായിരുന്നു അത്. അടുത്ത ദിവസം പെരിന്തൽമണ്ണയിലും AKG പ്രസംഗിച്ചു. കയ്യൂർ സഖാക്കളെ തൂക്കിലേറ്റിയത് നമ്മൾ മറന്നിട്ടില്ല. ഭഗത് സിംഗിനെ തൂക്കിക്കൊന്നതും മറന്നിട്ടില്ല. ഈ രാജ്യത്തെ നിരവധി പേർ ജയിലിനകത്താണ്. 25 വർഷം മുമ്പ് ആലി മുസല്യാർ എന്ന സാധാരണ മനുഷ്യന്റെ കീഴിൽ പാവപ്പെട്ട മുസ്ലിമുകൾ അടിമത്വത്തിനെതിരെ, അനീതിക്കെതിരെ, ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ധീരമായ കലാപം നടത്തി. കോൺഗ്രസ് മുതലാളിമാരും ലീഗ് മുതലാളിമാരും കോൺഗ്രസ് ജന്മിമാരും ലീഗ് ജന്മിമാരും ചേർന്ന് നമുക്കിടയിൽ ഭിന്നത സൃഷ്ടിക്കുകയാണ്. ഇങ്ങനെയായിരുന്നു ആ വാക്കുകൾ. ഈ രണ്ട് പ്രസംഗങ്ങളുടെ പേരിലാണ് ബ്രിട്ടീഷ് പോലീസ് AKGയെ അറസ്റ്റ് ചെയ്തത്. AKGയെ സൂക്ഷിക്കുക, ഈ പ്രസംഗം അപകടകരമെന്ന് രേഖപ്പെടുത്തിയ പോലീസ് റിപ്പോർട്ടിന് പിന്നാലെയായിരുന്നു അറസ്റ്റ്. കേസിൽ AKGയെ ശിക്ഷിച്ചു. 1.5 വർഷമായിരുന്നു ജയിൽവാസം. സ്വാതന്ത്ര്യം കിട്ടുമ്പോഴും AKGയെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചിരുന്നില്ല. ബ്രിട്ടീഷ് അധികാരികളെയും കോൺഗ്രസ് ജന്മി പ്രമാണിമാരെയും പ്രകോപിപ്പിച്ച AKGയുടെ ചരിത്രപ്രസിദ്ധമായ പ്രസംഗത്തിന്റെ പൂർണ്ണരൂപം കോഴിക്കോട് കളക്ടറേറ്റിലെ റീജിയണൽ ആർക്കൈവ്സിലുണ്ട്. മലബാർ ക്രിസ്ത്യൻ കോളേജിലെ ചരിത്ര വിഭാഗം മുൻ മേധാവി പ്രൊഫസർ MC വസിഷ്ഠിന്റെ ഗവേഷണത്തിനിടയിലാണ് ആർക്കൈവ്സിലെ രേഖകൾ ശ്രദ്ധയിൽപ്പെട്ടത്. AKGയുടെ വേർപാടിന് ശനിയാഴ്ച 48 വർഷം തികയുന്ന വേളയിൽ പുതിയ തലമുറയ്ക്കും ചരിത്ര വിദ്യാർത്ഥികൾക്കും ആവേശകരമായ അറിവുകൾ പകരുന്നതാണ് ഈ രേഖകൾ.